അലക്സ് കൗച്ചിലേക്ക് മലർന്നു കിടന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. നേരത്തെ എപ്പോഴോ ഉപേക്ഷിച്ച ഒരു സിഗരറ്റ് പാക്കറ്റ് കയ്യിൽ തടഞ്ഞപ്പോൾ അവനതെടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് ചേർത്ത് എഴുന്നേറ്റിരുന്നു. ലൈറ്ററിനായി തിരഞ്ഞു. അല്പം മുന്നിലേക്ക് ചാഞ്ഞാണിരിക്കുന്നത്. ചുണ്ടിലിരുന്ന സിഗരറ്റ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. തുടയിൽ കൈകുത്തി നെറ്റിയിൽ വിരലമർത്തി. വൈഗ മെല്ലെ മുഖം ഉയർത്തി. റൂമിൽ അവൻ ഇല്ല എന്ന തിരിച്ചറിവിൽ വാഷ്റൂമിന് നേരെ നോട്ടമെത്തി. അതേസമയം അകത്തേക്ക് വീശുന്ന ചെറിയ കാറ്റിൽ പറക്കുന്ന കർട്ടനിനിടയിലൂടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു. അവൻ്റെ കൈകൾ തൻ്റെ കാലിൽ അമർന്നത്, തന്നോട് സോറി പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ കണ്ണുകളിൽ വീണ്ടും നനവ് പടർന്നു. എഴുന്നേറ്റ് ഡ്രസ് നേരെയാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ അല്പനേരം അവിടെ നിന്ന് പരുങ്ങി. അവനരികിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും മനസ്സ് മടിച്ചു. താഴേക്കിറങ്ങിപ്പോയി. വാവയും വേദവും ഉറങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലെ പാൽ അതുപോലെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഒരു ഗ്ലാസ്സിൽ പാതി കുടിച്ചിട്ടുണ്ട്. ഇതൊന്നും പതിവില്ലാത്ത കാര്യമാണ്. ഡോറടച്ച് വാവയ്ക്കരികിലേക്ക് കയറി കിടന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ മുറുക്കെ അടച്ചു. വാവയുടെ കൈ വയറിന് മീതെ ചുറ്റിയപ്പോൾ പെട്ടെന്ന് കൈ ഉയർത്തി ഇരുവശത്തൂടെ ഒഴുകുന്ന കണ്ണുനീർ വൈക തുടച്ചു. രാവിലെ അലക്സ് കണ്ണുകൾ തുറക്കാതെ തന്നെ ഫോണിനായി പരതി. കൗച്ചിലാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അല്പനേരം എഴുന്നേറ്റിരുന്നു. വൈഗ റൂമിൽ കാണില്ല എന്നറിയാമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോകുന്ന മനസ്സോടെയാണ് റൂമിലേക്ക് കയറിയത്. ഇന്നലെ കൊണ്ടുവച്ച പാൽ ടേബിളിൽ അതുപോലെ ഇരിപ്പുണ്ട്. വൈഗ കണ്ണുകൾ തുറക്കുമ്പോൾ നേരെ ഒരുപാടായിരുന്നു. ജനാല വഴി കടന്നു വന്നിരുന്ന വെളിച്ചം റൂം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അരികിൽ വാവയും വേദവും ഇല്ല എന്നറിഞ്ഞപ്പോൾ ഫോണെടുത്ത് സമയം നോക്കി. അയ്യോ, സമയം ഇത്രയായോ? എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ച് പുതപ്പും മടക്കിയിട്ടു. വാവയ്ക്കും വേദുവിനും ഇന്നു മുതൽ പോകാനുള്ളതാണ്. അലക്സിന് പോകേണ്ടതാണ്. മോൾ എഴുന്നേറ്റോ? അടുക്കളയിൽ അമ്മച്ചിയെ കാണാതായപ്പോൾ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി ചെന്നതാണ് വൈഗ. മീൻ തേച്ച് കഴുകുന്നുണ്ടായിരുന്നു ഒന്നമ്മച്ചി. വൈകിയെ കണ്ടതേ നിറഞ്ഞങ്ങ് ചിരിച്ചു. ഞാൻ മോളെ പലതവണ വിളിക്കാൻ വന്നതാ. വല്ല മേലാഴികയാന്നോ എന്ന് അമ്മച്ചി ഭയന്നു. അപ്പം പറഞ്ഞു കൊച്ചു ഉറങ്ങട്ടെ എന്ന്. മത്തിയാണ്. വെട്ടിത്തേച്ച് കഴുകിയ മീൻ അമ്മച്ചി വരഞ്ഞ് ചട്ടിയിലേക്കിട്ടു. വാവയും വേദവും ഏഞ്ചലും കൂടെ എബിയുടെ കൂടെ പോയി. രണ്ടുപേരെ അമ്മച്ചി കഴിപ്പിച്ചിട്ടൊക്കെയാ പറഞ്ഞു വിട്ടത്. മനസ്സിൽ തിക്കുമുട്ടി നിന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയപ്പോൾ അമ്മച്ചിയെ നോക്കി വൈഗ മെല്ലെ പുഞ്ചിരിച്ചു. ഡോക്ടർ പോയിട്ടുണ്ടാവോ? അമ്മച്ചിയോട് ചോദിക്കാനും വൈഗയ്ക്ക് മടി. അമ്മച്ചി എന്തേലും പറയുമോ എന്നറിയാൻ അമ്മച്ചിക്കരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അമ്മച്ചിയാണേൽ ഈ പ്രായം കഴിഞ്ഞാ ഞാനും വന്നത് എന്ന ഭാവത്തിൽ കുനിഞ്ഞിരുന്ന് ചിരിച്ചു. വരഞ്ഞ മീനെല്ലാം കൂടെ ചട്ടിയിലേക്കിട്ട് ഒന്നുകൂടെ കഴുകി വാരി അമ്മച്ചി അകത്തേക്ക് കയറിയപ്പോൾ ചട്ടിയിലെ മീൻവെള്ളം എടുത്ത് കളഞ്ഞ് ചട്ടിയും കത്തിയും എടുത്ത് പിന്നാലെ വൈകിയും അകത്തേക്ക് കയറി ചെന്നു. അതിൽ ചായയുണ്ട്, എടുത്തു കുടിക്കേ. അമ്മച്ചിയുടെ കയ്യിൽ അപ്പടി മീമണമാ. സ്ലാബിലിരുന്ന ഫ്ലാസ്കിലേക്ക് ചൂണ്ടി അന്നമ്മച്ചി പറഞ്ഞു. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചായ ഒഴിച്ചു വെച്ചതിന് ശേഷം പുറത്തുപോയി വായും മുഖവും ഒന്ന് കഴുകി വന്നു. ചായ ഗ്ലാസ് കയ്യിലെടുത്ത് അമ്മച്ചിയെ നോക്കി. മീന് മസാല പുരട്ടി വെക്കുവാണ്. അമ്മച്ചി, ഡോക്ടർ പോയോ? ക്ഷമ നശിച്ചുകൊണ്ടവൾ അമ്മച്ചിയോട് ചോദിക്കുമ്പോൾ അമ്മച്ചിക്ക് ചിരിയാണ്. ഡോക്ടറോ? കയ്യിൽ പറ്റിയ മസാല കഴുകി കളഞ്ഞുകൊണ്ട് അന്നമ്മച്ചി വൈകിയെ മുഖം തിരിച്ചൊന്ന് നോക്കി. ചമ്മലോടെ നിൽക്കുന്നവളെ കാണാൻ തന്നെ നല്ലൊരു ചേല്. അവൻ രാവിലെ താഴെ ഇറങ്ങി വന്നിരുന്നു. ഞാൻ ചായ എടുത്തു കൊടുത്തിട്ട് കുടിച്ചില്ല. ഹാളിൽ നിന്നും വട്ടം കറങ്ങുന്ന കണ്ടപ്പോൾ മോൾ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞു. അമർത്തിയൊന്ന് മൂളി മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ ഒന്നും കഴിക്കാൻ പോലും നിൽക്കാതെ റെഡിയായി പോയി. വൈകിയുടെ മങ്ങിയ മുഖത്തേക്ക് നോക്കി അന്നമ്മച്ചി പറഞ്ഞു. ഇറങ്ങാൻ നേരം വൈകിയുടെ റൂമിലേക്ക് അലക്സ് വന്നതും അവളുടെ നെറ്റിയിൽ അതരങ്ങൾ ചേർത്തതും ചെവിയിൽ എന്തോ മെല്ലെ പറയുന്നതും കണ്ടിരുന്നു. അപ്പനുള്ള ചായയും എടുത്ത് ഹാളിലേക്ക് പോകുമ്പോൾ അലക്സിനെ വൈകിക്കരികിൽ കണ്ട് നോക്കിയതാണ് അമ്മച്ചി. 2 നിമിഷം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചിരുന്നു. അലക്സ് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ അമ്മച്ചിയെ കാണുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ പുറത്തേക്കിറങ്ങി. മീൻ വാങ്ങുമ്പോൾ ചെറിയ മീൻ എന്തായാലും കൂടെ വാങ്ങണം. മുന്നോട്ട് നടക്കുമ്പോൾ ഗൗരവത്തിലുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചപ്പോൾ അമ്മച്ചി ഇന്നലെ അപ്പൻ ഇതേ കാര്യം ഓർമ്മിപ്പിച്ചത് ഓർത്തു. അലക്സിനെ ഓർത്ത് അമ്മച്ചിയുടെ മനസ്സും നിറഞ്ഞു. തന്നോട് ഇങ്ങനെയെങ്കിലും അവനൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ.
അതൊക്കെ വൈകിയോട് പറയാൻ അമ്മച്ചി മടിച്ചു. ഇന്നിനി അവനൊന്നും കഴിക്കുകയില്ല. അവിടെ ക്യാൻറ്റീനിൽ നിന്ന് വല്ല ചായയോ മറ്റോ മാത്രം കുടിക്കും. ഞാൻ ചോറ് കൊണ്ട് കൊടുക്കട്ടെ അമ്മച്ചി? പെട്ടെന്നവൾ ചോദിച്ചു. മോൾ ഒറ്റയ്ക്കോ? എനിക്ക് അവിടെയൊക്കെ അറിയാം അമ്മച്ചി, ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഇനിയും അമ്മച്ചി തടസ്സം പറയുമോ എന്ന് കരുതി വൈക പെട്ടെന്ന് പറഞ്ഞു. ഇന്നലെ താൻ പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് കൊണ്ട് തന്നോട് പിണക്കം കാണുമോ? രാവിലെയും കണ്ടില്ലല്ലോ, ഒന്നും കഴിച്ചുമില്ല. ഇനി തനിക്ക് പിണക്കമാണെന്ന് കരുതിയിട്ടുണ്ടാകുമോ? അമ്മച്ചി അപ്പനോട് പറയാം മോളെ അങ്ങോട്ടൊന്ന് കൊണ്ടാക്കാൻ. മോള് പോയി പല്ല് തേച്ച് വന്ന് വല്ലതും കഴിക്ക്. അപ്പനരികിലേക്ക് നടക്കുമ്പോൾ അമ്മച്ചി ഓർമ്മിപ്പിച്ചു. പല്ല് തേച്ച് വന്നെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് അവനരികിലൊന്ന് എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പന് വല്ലാത്തൊരു സന്തോഷം. രാവിലെ അലക്സ് വൈകിയെ തിരഞ്ഞ് റൂമിൽ ചെന്നതും മറ്റും അമ്മച്ചി പറഞ്ഞറിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെ വൈകിയെ കാണുമ്പോഴുള്ള അലക്സിന്റെ മുഖഭാവം മനസ്സിൽ നിറച്ച അപ്പന്റെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്മച്ചി അവളെ നിർബന്ധിച്ചിരുത്തി കാപ്പി കഴിപ്പിച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ തയ്യാറാക്കാൻ അമ്മച്ചിക്കൊപ്പം അവളും ചേർന്നു. ഇനി ഞാൻ പോയി റെഡിയാകട്ടെ അമ്മച്ചി? എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ വൈക തിരക്കി. ഇനി ക്യാൻറ്റീനിൽ വല്ലതും പോയി കഴിച്ചാലോ? അമ്മച്ചിയുടെ നോട്ടം കണ്ട് വൈക പറഞ്ഞു. ചെല്ല്. സ്നേഹത്തോടെ അവളുടെ കവളിൽ അന്നമ്മച്ചി മെല്ലെ തലോടി. അലക്സിന്റെ റൂമിലാണ് തൻ്റെ ഡ്രസ്സല്ല. ആദ്യമായി ആ റൂമിന്റെ ഭംഗി അവൾ ആസ്വദിച്ചു. ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവൻ കിടന്ന കൗച്ചിലിരുന്നു. അവൻ കിടന്ന ഭാഗത്ത് മെല്ലെ കൈകൊണ്ട് തലോടി. വേഗം എഴുന്നേറ്റ് പോയി കുളിച്ചിറങ്ങി. കബോർഡ് തുറന്ന് തൻ്റെ ഡ്രസ്സുകൾക്കുള്ളിലൂടെ കൈ ഓടിച്ചു. ഏത് ഡ്രസ്സ് ധരിക്കണം എന്നൊരു സംശയം. താനിതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഡോക്ടറുടെ ഇഷ്ടത്തിന് വാങ്ങി വെച്ചതാണ് എല്ലാം. ഏത് ധരിച്ചാലാണ് ഡോക്ടർക്ക് കൂടുതൽ ഇഷ്ടമാകുക? ഒരു ബ്ലാക്ക് സാരി കണ്ണിലുടക്കിയപ്പോൾ തുണികൾക്കിടയിൽ നിന്നും അത് വലിച്ചെടുത്തു. നെറ്റിൻ്റെ ഫുൾ ബ്ലാക്ക് സാരി തിരിച്ചും മറിച്ചും അത് തൻ്റെ ദേഹത്തേക്ക് ചേർത്തു. അണ്ടർ സ്കേർട്ടും ബ്ലൗസും എടുത്തു ധരിച്ചു. ഭംഗിയിൽ സാരി ഞൊറിഞ്ഞെടുത്തു. ഒറ്റ പ്ലേറ്റിൽ സാരി സേഫ്റ്റി പിൻ കുത്തി കൈത്തണ്ടയിൽ വിരിച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കി. വല്ലാത്തൊരു ഭംഗി. കണ്ണെഴുതാൻ തോന്നി, പൊട്ടുവയ്ക്കാൻ തോന്നി. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. അകത്തേക്ക് കയറി വന്ന അമ്മച്ചിയുടെ കണ്ണുകൾ തിളങ്ങി. കണ്ണെഴുതാനും പൊട്ടുകുത്താനും ഉള്ളതൊക്കെ ഏഞ്ചലിന്റെ റൂമിലുണ്ട്, മോള് വാ. അവളെ അങ്ങനെ ഒരുങ്ങിക്കാണണമെന്ന് അമ്മച്ചിക്ക് തോന്നി. കണ്ണിൽ കരിമഷി എഴുതി ചെറിയൊരു കറുത്ത സ്റ്റിക്കർ പൊട്ടുതൊട്ടു. നീളമുള്ള തലമുടി അഴിച്ചിട്ടു. ഇത്രയും ഭംഗിയിൽ താൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലെന്ന് തോന്നി അവൾക്ക്. പെണ്ണ് കാണലിന് ഒരുങ്ങുന്നത് പോലെ അവൾക്ക് തന്നെ ചിരി വന്നു. അമ്മച്ചി ക്യാരി ബാഗ് കയ്യിലേക്ക് വെച്ച് തന്നു. ഇറങ്ങാം മോളെ. അപ്പൻ റെഡിയായി വന്നു. വെള്ള ജുബയും വെള്ളമുണ്ടുമാണ് വേഷം. വൈകിയ ഒരു നിമിഷം അപ്പൻ നോക്കി നിന്നുപോയി. എപ്പോഴും സങ്കടം മാത്രം നിറഞ്ഞ അവളുടെ മിഴികളിൽ നിന്ന് സന്തോഷമാണ് നിറഞ്ഞു നിൽക്കുന്നത്. വാ. പുറത്തേക്ക് ഇറങ്ങിയവർക്ക് പിന്നാലെ അന്നമ്മച്ചിയും ഇറങ്ങിച്ചെന്നു. അവൾക്ക് ഡോർ തുറന്നു കൊടുത്ത് അപ്പൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വൈക കയറിയതിനു ശേഷം അമ്മച്ചി ഡോർ അടച്ചു. ഹോസ്പിറ്റലിന് മുന്നിൽ അപ്പൻ കാർ നിർത്തുമ്പോൾ വൈകിക്ക് വല്ലാത്ത നെഞ്ചിടിപ്പേറി. ഇതുവരെ കാട്ടിക്കൂട്ടിയത് അവനരികിലേക്ക് വരാൻ കൊതിച്ചതൊക്കെ ഓർക്കെ അവൾക്ക് തന്നെ വല്ലാതെ തോന്നി. തന്നെ കാണുമ്പോഴുള്ള അവൻ്റെ ഭാവം എന്താകുമെന്നോർക്കെ ചെറിയൊരു ടെൻഷൻ. അപ്പച്ചൻ പാർക്കിങ്ങിൽ കാണും, മോള് പോയി അവന് ഫുഡ് കൊടുത്തിട്ട് വാ. അപ്പച്ചനും കൂടെ വരാൻ പറയണമെന്നുണ്ടെങ്കിലും അലക്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. നീളം വരാന്തയിലൂടെ നടക്കുമ്പോൾ നെഞ്ചിടി പേറുന്നതവൾ അറിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു അലക്സിന്. രാവിലെ ഒന്നും കഴിക്കാതെ കയറിയതാണ്. വിശക്കുന്നുണ്ടെങ്കിലും കഴിക്കാനൊന്നും തോന്നുന്നില്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ ആൻ കെ സ്ട്രീറ്റും കൊണ്ട് പിന്നാലെ ഓടി വന്ന് വിളിച്ചു. കെ സ്ട്രീറ്റിൽ നോക്കി പെന്നിനായി കൈ നീട്ടിയപ്പോൾ മറ്റെവിടെയോ വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന ആനിനെ ദേഷ്യത്തിൽ നോക്കി. അവളുടെ നോട്ടം പോയിടത്തേക്ക് അലക്സമായി നോക്കിയ അലസിന്റെ കണ്ണുകൾ വിടർന്നു. വൈക, അവൻ മെല്ലെ പറഞ്ഞത് ആൻ വ്യക്തമായി കേട്ടു. അവൾ പെട്ടെന്ന് അലക്സിനെ നോക്കി. തനിക്ക് തോന്നുന്നതാണോ ഇങ്ങനെയൊരു വരവ്? അതും വൈക? സത്യമാണ്. നേരിയ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി നടന്നു വരുന്നവളിൽ തറഞ്ഞു നിന്ന നോട്ടം. ബ്ലാക്ക് സാരിയിൽ
അവളുടെ ഭംഗിയേറി. അഴിച്ചിട്ടിരിക്കുന്ന നീളൻ തലമുടിയെ ചെവിയുടെ പിന്നിലേക്ക് മാടി ഒതുക്കി വയ്ക്കുന്നു. അവൾ കടന്നു വരുമ്പോൾ അവളെ മറികടന്നു പോകുന്നവരിൽ പലരുടെയും നോട്ടം അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കുശുമ്പോടെ നോക്കിയവൻ. കേസ്ട്രീറ്റ് ആനിനെ നേരെ നീട്ടുമ്പോൾ ആൻ അലക്സിനെ ഒന്ന് നോക്കി. രാവിലെ മുതൽ മുഖവും വീർപ്പിച്ച് തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം വഴക്കും പറഞ്ഞു നടന്ന മനുഷ്യനാ. ദേ, ഇപ്പോൾ ആ ചൊടികളിൽ ഭംഗിയുള്ളൊരു പുഞ്ചിരിയുണ്ട്. ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ച് അലക്സ് മുന്നോട്ട് നടന്നു. നോട്ടം ഒരുവളിൽ മാത്രം തറഞ്ഞു നിന്നു. അവന് നേരെ നടന്നു വന്ന സ്വാതി അവൻ്റെ മുഖത്തെ ഭാവം അതിശയത്തോടെ നോക്കി. മീശത്തുമ്പ് കടിച്ച് കള്ളച്ചിരിയോടെ അവൻ മറികടന്നു പോയപ്പോൾ ആനിനെ നോക്കി. ആൻ മുന്നോട്ട് കണ്ണു കാണിച്ചു. നെറ്റിൻ്റെ ബ്ലാക്ക് സാരി കൈത്തണ്ടയിൽ ഒതുക്കി പിടിച്ചു വരുന്നവളെ മുൻപ് എവിടെയോ കണ്ട പരിചയം സ്വാതിക്ക് തോന്നി. ഡോക്ടറുടെ മറ്റേ. സ്വാതിയുടെ മുഖത്തെ സംശയം കണ്ട് ആൻ അലക്സിനെ ചൂണ്ടി മെല്ലെ പറഞ്ഞപ്പോൾ തന്നെ സ്വാതിക്ക് മനസ്സിലായി. വൈക. സ്വാതി ആ പേര് ഓർത്തെടുത്ത് പറഞ്ഞു. അന്ന് കണ്ട ആളെയല്ല, ഒത്തിരി മാറി. നെറ്റിൻ്റെ ബ്ലാക്ക് സാരി അവളുടെ വെളുത്ത ശരീരത്തിന് കൂടുതൽ ഭംഗി കൂട്ടി. മുഖമുയർത്തി നോക്കിയ നിമിഷം ആ ഒറ്റ നോട്ടത്തിൽ തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടു. തന്നെ മാത്രം നോക്കി ചെറു ചിരിയോടെ നടന്നു വരുന്നവനെ കണ്ട് 2 നിമിഷം നോക്കി അവൾ മുഖം താഴ്ത്തി. തനിക്കരികിലേക്ക് വരുന്നവൻ്റെ കാലുകളുടെ വേഗത ഏറിയിരിക്കുന്നു. അവളുടെ കാലുകളുടെ വേഗത കുറഞ്ഞു. ഹൃദയം താളത്തിൽ മിടിക്കുന്നു. വൈക ക്യാരി ബാഗിൽ പിടിമുറുക്കി. ചുണ്ടിലെ മനോഹരമായ ആ ചിരിയെ മറയ്ക്കാൻ താടിയും മീശയും ഒരുമിച്ചവൻ തടവി. തൊട്ടരികിൽ അവനെത്തിയ നിമിഷം തൻ്റെ നെഞ്ചടി പേറുന്നതും തൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമോ എന്ന് പോലും അവൾക്ക് തോന്നി. എന്തുകൊണ്ടോ കണ്ണു പറിക്കാതെ ആൻ ഇരുവരെയും നോക്കി. ഭംഗിയുള്ളൊരു കാഴ്ച. അലക്സ് ഡോക്ടറിൻ്റെ മുഖഭാവങ്ങൾ അത്രയും പുതുമയുള്ളതാണ്. എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നതിന് മുന്നേ വൈക ക്യാരി ബാഗ് അലക്സിന് മുന്നിലേക്ക് നീട്ടിയിരുന്നു. അലക്സിൻ്റെ മുഖം ചുളിഞ്ഞു. അത് പിന്നെ രാവിലെ കഴിക്കാതെ വന്നോണ്ട്. അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയൊക്കെയോ നോക്കി പറഞ്ഞു. എനിക്കിത് തരാൻ വന്നതാണോ? അവളോട് വല്ലാത്തൊരു സ്നേഹത്തോടെ അവൻ ചോദിച്ചു. വൈക മെല്ലെ മൂളി. ആദ്യമായാണ് ഇങ്ങനെ തൻ്റെ വിശപ്പറിഞ്ഞ് ഒരാൾ ഭക്ഷണവുമായി തന്നെ തേടി വരുന്നത്. അവളോടുള്ള പ്രണയം മനസ്സിലിങ്ങനെ തിക്കുമുട്ടി നിൽക്കുവാണ്. വാ. അവളുടെ കൈവിരലുകളെ തൻ്റേതുമായി കോർത്തു പിടിച്ചു. അലക്സ് അതേ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മറ്റ് നേഴ്സുമാരും അറ്റൻഡർമാരും മറ്റ് രോഗികളുമൊക്കെ ഇരുവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. ആൻ വെപ്രാളത്തിൽ തിരിഞ്ഞപ്പോൾ സ്വാതിയുമായി കൂട്ടിയിടിച്ചു. സോറി ചേച്ചി, നെറ്റി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞ് ആൻ വേഗം ലേബർ റൂമിലേക്ക് കയറി. അലക്സ് തൻ്റെ കൺസൾട്ടിംഗ് ക്യാബിനിലേക്ക് വൈകിയുടെ കൈ പിടിച്ച് കയറി. ഡോറടച്ച് ലോക്ക് ചെയ്തു. വൈകിയുടെ കാര്യത്തിൽ താൻ വല്ലാതെ സ്വാർത്ഥനാകുന്നത് പോലെ വൈകയ്ക്കൊപ്പമുള്ള നിമിഷങ്ങളിൽ ആരും തങ്ങൾക്കിടയിലേക്ക് വരണ്ട എന്നൊരു ചിന്ത. വൈകയ്ക്കെന്തോ വല്ലായ്മ. ഒറ്റയ്ക്കിങ്ങനെ ഈ മുന്നിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം.